നടി ആക്രമിക്കപ്പെട്ട കേസിൽ വിചാരണയ്ക്ക് വനിതാ ജഡ്ജിയെ നിയമിച്ചേക്കും. വനിതാ ജഡ്ജിയെ ലഭ്യമാണോ എന്ന് പരിശോധിക്കാൻ രജിസ്ട്രാർക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകി. ഇരയാക്കപ്പെട്ട നടിയുടെ ആവശ്യപ്രകാരമാണ് ഹൈക്കോടതിയുടെ ഈ നിർദ്ദേശം. വ്യാഴാഴ്ച വീണ്ടും ഹർജി പരിഗണിക്കുമ്പോൾ വനിതാ ജഡ്ജിയുടെ ലഭ്യത സംബന്ധിച്ച് വിവരങ്ങൾ നൽകാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. വിവരങ്ങളുമായി സിബി ചേരുന്നു. സിബി, ഇന്ന് ഈ വിഷയത്തിൽ കോടതി നടത്തിയ നിരീക്ഷണങ്ങൾ, കോടതിയുടെ നിർദ്ദേശങ്ങൾ എന്തൊക്കെ? അശ്വതി, സ്വകാര്യതയുമായി ബന്ധപ്പെട്ട വിഷയമായതിനാൽ വിചാരണയ്ക്കായി വനിതാ ജഡ്ജിയെ നിയമിക്കണമെന്നൊരു ആവശ്യമായിരുന്നു നടി ഉന്നയിച്ചിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഹർജിയാണ് ഹൈക്കോടതി ഇന്ന് പരിഗണിച്ചത്. ഇതിൽ വനിതാ ജഡ്ജിയെ ലഭ്യമാണോ എന്ന് പരിശോധിക്കാൻ രജിസ്ട്രാർക്ക് ഹൈക്കോടതി ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. എറണാകുളത്തോ അല്ലെങ്കിൽ തൃശ്ശൂരോ വനിതാ ജഡ്ജി ഉണ്ടോ എന്ന് പരിശോധിക്കണം. ഈ ഹർജി വ്യാഴാഴ്ച വീണ്ടും പരിഗണിക്കും. അത്തരത്തിൽ പരിഗണിക്കുമ്പോൾ ഈ കാര്യം അറിയിക്കണമെന്നാണ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഏതായാലും നേരത്തെ ഈ വിചാരണ കോടതിയായ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നടി ഇതേ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഹർജി നൽകിയും അന്ന് വനിതാ ജഡ്ജിയുടെ ലഭ്യത ചൂണ്ടിക്കാട്ടി ആ ഹർജി തള്ളുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഹൈക്കോടതിയെ നടി ഇപ്പോൾ സമീപിച്ചിരിക്കുന്നത്. ഈ പ്രധാനമായും നടി ചൂണ്ടിക്കാട്ടുന്നത് ഈ കൂട്ടമാനവക കേസുകളുടെ വിചാരണയിൽ ഇരകൾക്ക് കോടതിയിൽ തുറന്ന മനസ്സോടെ മൊഴി നൽകാൻ വനിതാ ജഡ്ജിമാരെ നിയമിക്കുന്നതിന് മേൽക്കോടതികളുടെ ഒരു ഉത്തരവുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഈ നടി ഹൈക്കോടതിയെ സമീപിച്ചത്. മാത്രമല്ല, ഈ ആക്രമണ ദിവസം ഒരു സ്ത്രീ എന്ന നിലയിൽ താൻ നേരിട്ട ക്രൂരമായ അനുഭവങ്ങൾ ഒരു വനിതാ ജഡ്ജിയിൽ മാത്രം വിവരിക്കാൻ കഴിയുന്നതാണെന്ന് നടി പറയുന്നു. കൂടാതെ ഈ കേസിലെ സാക്ഷികളിൽ കൂടുതൽ പേരും വനിതകളാണ്, പ്രത്യേകിച്ച് സിനിമാ മേഖലയിൽ നിന്നുള്ള സ്ത്രീകൾ തന്നെയാണ്. അതുകൊണ്ട് ഇതൊരു വനിതാ ജഡ്ജി തന്നെ കേൾക്കണമെന്നായിരുന്നു ഈ നടിയുടെ ആവശ്യം. ഇതാണ് ഈ കാര്യത്തിലാണ് ഇപ്പോൾ ഒരു പരിഗണന ഹൈക്കോടതി നൽകിയിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വനിതാ ജഡ്ജിയുടെ ലഭ്യതയുണ്ടോ എന്ന് പരിശോധിക്കാനാണ് ഇപ്പോൾ രജിസ്ട്രാർക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റു ചില നിരീക്ഷണം കൂടി ഹൈക്കോടതി നടത്തുകയുണ്ടായി. പ്രത്യേകിച്ച് സ്ത്രീകൾക്കെതിരായ കേസുകൾ പരിഗണിക്കാൻ സംസ്ഥാനത്ത് മതിയായ കോടതികൾ ഇല്ല എന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു. ഇത് വളരെ ദയനീയമാണ്. ഇരയ്ക്ക് ഈ പ്രതിയുടെ മുന്നിലൂടെ കോടതിയിൽ എത്തേണ്ട ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായ അക്രമങ്ങൾ ഈ ഇത്തരത്തിൽ വർദ്ധിച്ചു വരുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിൽ കോടതികളുടെ ഒരു ലഭ്യതക്കുറവ് അല്ലെങ്കിൽ കോടതികളുടെ കുറവ് ദയനീയമാണെന്നും ഹൈക്കോടതി നിരീക്ഷിക്കുകയും ചെയ്തു. അശ്വതി, സിബിയാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. ശബരിമല സമരത്തെ ചൊല്ലി ബി.ജെ.പി. കോർ കമ്മിറ്റി യോഗത്തിൽ തർക്കം. സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരം അനാവശ്യമായിരുന്നുവെന്ന് വി. മുരളീധര വിഭാഗം. അതേസമയം ബി.ഡി.ജെ.എസിന് 4 സീറ്റുകൾ നൽകാൻ യോഗത്തിൽ ധാരണയായി. ശബരിമല വിഷയം തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് ഗുണം ചെയ്യുമെന്ന് ബി.ജെ.പി. സംസ്ഥാന പ്രസിഡന്റ് പി.എസ്. ശ്രീധരൻപിള്ള. സംസ്ഥാന ജനറൽ സെക്രട്ടറിമാർ മത്സരിക്കുന്നതിൽ തടസ്സമില്ല. തനിക്ക് അധികാര രാഷ്ട്രീയത്തോട് താൽപര്യമില്ല എന്നും പിള്ള പ്രതികരിച്ചു. അപ്പോൾ ലോകത്തിൽ എത്തിക്കുന്നത് ഞങ്ങൾ വിജയിച്ചിരിക്കുന്നു. ഒരു സമരത്തിന്റെ ലക്ഷ്യം അതാണ്. അല്ലാതെ ഞങ്ങൾ സമരം ചെയ്യുമ്പോഴത്തേക്ക് മുഖ്യമന്ത്രി ഇറങ്ങി വന്നിട്ട് ഇതാ ബി.ജെ.പിക്കാരെ കൈ തരുന്നു എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ ആശീർവദിക്കുമോ? സമരങ്ങളെല്ലാം ജനങ്ങളെ ബോധവൽക്കരിക്കാനാണ്. ആ നിലയ്ക്ക് ഞങ്ങളുടെ സമരം, ഇതുവരെ നടന്ന സമരമെല്ലാം വൻ വിജയമാണ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ ഉത്തർപ്രദേശിൽ ബി.ജെ.പി. തകരുമെന്ന് ഇന്ത്യ ടുഡേ സർവേ. ഇന്ത്യ ടുഡേ മൂഡ് ഓഫ് ദ നേഷൻ സർവേ പ്രകാരം ബി.ജെ.പിയും അപ്നാദളും ചേർന്ന് 18 സീറ്റുകളിൽ മാത്രമേ വിജയിക്കൂവെന്ന് സർവേ പറയുന്നു. മഹാസഖ്യം 58 സീറ്റുകൾ വിജയിക്കുമെന്നും സർവേയിൽ പറയുന്നുണ്ട്. കോൺഗ്രസ് 4 സീറ്റുകളിലെ വിജയിക്കൂ. എന്നാൽ കോൺഗ്രസ് കൂടിയുള്ള സഖ്യമായിരുന്നുവെങ്കിൽ ബി.ജെ.പി. 5 സീറ്റുകളിലേക്ക് ചുരുങ്ങുമായിരുന്നുവെന്നും സർവേ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. എസ്.പി. മഹാസഖ്യം ഉത്തർപ്രദേശിലെ കോൺഗ്രസിനെ നയിക്കാൻ പ്രിയങ്ക ഗാന്ധി. ഈ ആശങ്കകൾ ബി.ജെ.പിക്ക് തലവേദന സൃഷ്ടിക്കുന്നതിനിടെയാണ് യു.പിയിൽ ബി.ജെ.പിക്ക് കാലിടറുമെന്ന സർവേ ഫലം കൂടി പുറത്തുവന്നിരിക്കുന്നത്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ ഉത്തർപ്രദേശിൽ ബി.ജെ.പി. തകരുമെന്ന് ഇന്ത്യ ടുഡേ മൂഡ് ഓഫ് ദ നേഷൻ സർവേയാണ് പ്രവചിച്ചിരിക്കുന്നത്. 2014-ൽ ബി.ജെ.പിയും അപ്നാദളും ചേർന്ന് നേടിയത് 73 സീറ്റുകളാണ്. ഈ സീറ്റുകളിൽ 55 സീറ്റുകൾ നഷ്ടപ്പെട്ട് ബി.ജെ.പി. 18 സീറ്റുകളിലേക്ക് ചുരുങ്ങുമെന്ന് സർവേ പറയുന്നു. മഹാസഖ്യം 58 സീറ്റുകളും കോൺഗ്രസ് 4 സീറ്റുകളും പിടിക്കും. 2014-ൽ നിന്ന് 7% വോട്ട് കുറഞ്ഞ് ബി.ജെ.പിയുടെ വോട്ട് 36%-ത്തിലെത്തും. മഹാസഖ്യം 43%-വും കോൺഗ്രസ് 12%-വും വോട്ട് നേടും. മഹാസഖ്യത്തിൽ കോൺഗ്രസ് കൂടി ഉണ്ടായിരുന്നെങ്കിൽ ബി.ജെ.പി. 5 സീറ്റുകളിലേക്ക് ഒതുങ്ങുമായിരുന്നെന്നും സർവേ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. പ്രിയങ്ക ഗാന്ധിയുടെ വരവോടെ കിഴക്കൻ ഉത്തർപ്രദേശിലെ മുന്നാക്ക വോട്ടുകൾ പിടിക്കാമെന്നാണ് കോൺഗ്രസ് കരുതുന്നത്. ഈ വോട്ടുകൾ കോൺഗ്രസിലേക്ക് പോവുകയാണെങ്കിൽ ബി.ജെ.പിക്ക് കൂടുതൽ നഷ്ടങ്ങൾ ഉണ്ടാകാനാണ് സാധ്യത. തെരഞ്ഞെടുപ്പ് അടുക്കുന്തോറും ബി.ജെ.പിക്കെതിരായ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഉത്തർപ്രദേശിൽ ഉരുത്തിരിയുന്നുണ്ടെന്ന സൂചന കൂടിയാണ് സർവേ ഫലം. ന്യൂസ് ബ്യൂറോ, ദില്ലി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലീഗ് 3-ാം സീറ്റ് ആവശ്യപ്പെടണമെന്ന് സമസ്ത. സമവായ ശൈലി അവസാനിപ്പിക്കണമെന്നും സമസ്ത മുഖപത്രം. അതേസമയം 3-ാം സീറ്റിന്റെ കാര്യം പാർട്ടി ചർച്ച ചെയ്തിട്ടില്ലെന്ന് സമസ്ത പറഞ്ഞത് അവരുടെ മാത്രം അഭിപ്രായമെന്ന് ലീഗ് ജനറൽ സെക്രട്ടറി കെ.പി.എ. മജീദ്.
കോൺഗ്രസിന് കീഴടങ്ങുന്ന മുസ്ലിം ലീഗ് നിലപാടിനെതിരെ രൂക്ഷമായ വിമർശനമാണ് സമസ്ത ഉന്നയിച്ചിരിക്കുന്നത്. കാലങ്ങളായി തുടരുന്ന സമവായ ശൈലി ലീഗ് നേതൃത്വം ഉപേക്ഷിക്കണം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലീഗ് മൂന്നാമതൊരു സീറ്റ് കൂടി ആവശ്യപ്പെടണമെന്നും സമസ്തയുടെ മുഖപത്രത്തിലെ മുഖപ്രസംഗത്തിൽ ആവശ്യപ്പെടുന്നു. തോൽക്കുന്ന സീറ്റാണെങ്കിൽ കൂടി ഏറ്റെടുത്ത് മത്സരിക്കണം. തോറ്റവർ കൂടി എഴുതി ചേർത്തതാണ് ലീഗിന്റെയും മുസ്ലിം സമുദായത്തിന്റെയും ചരിത്രം. പാർലമെന്റിൽ മുസ്ലിം പ്രതിനിധികളുടെ എണ്ണം കുറഞ്ഞു വരികയാണ്. ഈ ഘട്ടത്തിൽ മുസ്ലിം ലീഗ് കൂടുതൽ സീറ്റുകളിൽ മത്സരിക്കേണ്ടത് അത്യാവശ്യമാണെന്നും സമസ്ത പറയുന്നു. അതേസമയം സമസ്ത പറഞ്ഞത് അവരുടെ അഭിപ്രായം മാത്രമാണെന്ന് ലീഗ് നേതൃത്വം വ്യക്തമാക്കി. പാർട്ടി ഇക്കാര്യം ചർച്ച ചെയ്തിട്ടില്ലെന്നും ലീഗ് ജനറൽ സെക്രട്ടറി KP മജീദ് പറഞ്ഞു. സമസ്തക്ക് അങ്ങനെ അഭിപ്രായം ഉണ്ടെങ്കിൽ അവർക്ക് അഭിപ്രായം പ്രകടിപ്പിക്കാം, നമുക്ക് വിരോധമില്ലല്ലോ. ഓരോ കക്ഷികൾക്ക് കൂടി സീറ്റ് ചോദിക്കാൻ അവകാശമുണ്ട്, ഓരോ പാർട്ടികൾക്കുമുണ്ട്, ലീഗിനും അവകാശമുണ്ട്. പക്ഷേ അത് ചോദിക്കണോ വേണ്ടേ എന്നതിനെ സംബന്ധിച്ച് ഒരു തീരുമാനം എത്തിയിട്ടില്ല. എന്നാൽ സമസ്ത ഉൾപ്പെടെയുള്ള വിവിധ മുസ്ലിം സംഘടനകളുടെ ഭാഗത്തു നിന്നും സമ്മർദ്ദം ശക്തമായ സാഹചര്യത്തിൽ ലീഗ് മൂന്നാമതൊരു സീറ്റ് കൂടി ആവശ്യപ്പെടാനാണ് സാധ്യത. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഘടകകക്ഷികൾക്ക് സീറ്റ് കൊടുക്കാതിരിക്കാനുള്ള അധികാരം UDF-നുണ്ടെന്ന് കെ സുധാകരൻ. KPCC പ്രസിഡന്റ് മത്സരിക്കുന്നത് ശരിയല്ല. കാസർഗോഡ് പ്രസംഗത്തിന്റെ ഉദ്ദേശശുദ്ധി നല്ലതായിരുന്നു. സ്ത്രീ സമൂഹത്തെ അപമാനിച്ചിട്ടില്ലെന്നും ആർക്കെങ്കിലും വേദന തോന്നിയെങ്കിൽ ഖേദം പ്രകടിപ്പിക്കുന്നുവെന്നും കെ സുധാകരൻ പറഞ്ഞു. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നിലവിലുള്ള സാഹചര്യത്തിനനുസരിച്ച് സീറ്റുകൾക്കനുസരിച്ച് മുൻപോട്ട് പോകുക എന്നതാണ് KPCCയുടെ തീരുമാനം. അതിനകത്തൊരു വ്യതിയാനം വരുത്താനുള്ള ഒരു സാഹചര്യവും കേരളത്തിൽ ഇല്ല. ആവശ്യപ്പെടാൻ അവർക്ക് അധികാരമുണ്ട്, കൊടുക്കാതിരിക്കാൻ UDF-നും അധികാരമുണ്ട്. അങ്ങനെ ഒരു സ്ത്രീ സമൂഹത്തെ ആക്ഷേപിക്കാൻ മനസ്സാ വാച കർമ്മണ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇനി ആ വാക്കുകൾ ആരെയെങ്കിലും നോവിച്ചെങ്കിൽ അതിന് ഞാൻ പരസ്യമായി ക്ഷമ ചോദിക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPI കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടണോ എന്ന് തീരുമാനിച്ചിട്ടില്ലെന്നും താൻ മത്സരത്തിനില്ലെന്നും CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. ശബരിമല വിഷയത്തിൽ സർക്കാർ നിലപാട് തെരഞ്ഞെടുപ്പിൽ പ്രതികൂലമായി ബാധിക്കില്ല. ജനങ്ങളെ വിഭജിക്കാനാണ് BJPയും കോൺഗ്രസും ശ്രമിക്കുന്നത്. LDF വസ്തുതകൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെന്നും കാനം തൊടുപുഴയിൽ പറഞ്ഞു. കേരളം പോലെയുള്ള ഒരു സ്ഥലത്ത് സീറ്റുകൾ വർദ്ധിപ്പിക്കുക എന്നുള്ളതിന് വളരെ സാധ്യത കുറവുള്ള ഒരു സംസ്ഥാനമാണ്. അതിനെക്കുറിച്ചൊന്നും ആലോചിച്ചിട്ടില്ല, ഇതുവരെ ഒന്നും ആലോചിച്ചിട്ടില്ല. സാധാരണ LDF-ൽ അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് ചർച്ചകൾ കൂടിയൊക്കെ ആണ് അത്തരം കാര്യങ്ങൾ ഉന്നയിക്കുന്നത്. ഞങ്ങൾ അതൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഞാൻ ഉണ്ടാകത്തില്ല. ഞാൻ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയം ഉപേക്ഷിച്ചിട്ടാണ് പാർട്ടി സെക്രട്ടറി ആയത്. UPയിൽ BJPക്ക് വീണ്ടും തിരിച്ചടി ഉണ്ടാകുമെന്ന ABPC സർവേ ഫലവും പുറത്തുവന്നിരിക്കുന്നു. വിവരങ്ങൾ നൽകുവാനായി ഡൽഹിയിൽ നിന്നും ശരത് ചേരുന്നുണ്ട്. ശരത്, നേരത്തെ വന്ന ഇന്ത്യ ടുഡേ സർവേ ഫലവും സൂചിപ്പിച്ചിരുന്നത് ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ ഉത്തർപ്രദേശിൽ BJP തകർന്നടിയുമെന്ന് തന്നെയാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ മറ്റൊരു സർവേ ഫലവും അതുതന്നെ കാണിക്കുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? തീർച്ചയായും അശ്വതി സൂചിപ്പിച്ചതുപോലെ തന്നെ നേരത്തെ ഇന്നലെ രാത്രിയോടുകൂടി ഇന്ത്യ ടുഡേ മൂഡ് ഓഫ് ദ നേഷൻ സർവേ ഫലം പുറത്തു വന്നിരുന്നു. ഈ മൂഡ് ഓഫ് ദ നേഷൻ സർവേ ഫലം പ്രകാരം BJP വലിയ തകർച്ചയെ നേരിടുമെന്നുള്ളതായിരുന്നു ഉത്തർപ്രദേശിലെ ഒരു ചിത്രമായി അവർ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ABP വോട്ടർ സർവേയും പുറത്തു വന്നിരിക്കുന്നത്. ഈ സർവേയും BJPക്ക് തിരിച്ചടി ഉണ്ടാകുമെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. SP-BSP സഖ്യം മഹാസഖ്യം 51 സീറ്റ് നേടുമെന്ന് ABP വോട്ടർ സർവേ പ്രവചിക്കുന്നു. അതോടൊപ്പം തന്നെ BJP 25 സീറ്റുകളിലേക്ക് ഒതുങ്ങുമെന്നും സർവേ ഫലത്തിൽ വ്യക്തമാക്കുന്നു. നേരത്തെ 71 സീറ്റുകളായിരുന്നു ഉത്തർപ്രദേശിൽ BJP നേടിയത്. ഈ സ്ഥാനത്ത് 25 സീറ്റുകളിലേക്ക് BJP ഒതുങ്ങുമെന്നുള്ള ഒരു സർവേ ഫലമാണ് ഇപ്പോൾ ABP പുറത്തുവിട്ടിരിക്കുന്നത്. കോൺഗ്രസ് 4 സീറ്റുകൾ, നേരത്തെ ഉണ്ടായിരുന്ന റായ്ബറേലിയും അമേത്തിയും കൂടാതെ 2 സീറ്റുകൾ കൂടി വിജയിക്കും. അങ്ങനെ ആകെ 4 സീറ്റുകൾ വിജയിക്കാൻ കോൺഗ്രസിന് സാധിക്കും എന്നുമാണ് ഇപ്പോൾ ABP വോട്ടർ സർവേ ഫലം പ്രവചിച്ചിരിക്കുന്നത്. ഏതായാലും SP-BSP മഹാസഖ്യം, അതുപോലെ തന്നെ ഉത്തർപ്രദേശിലെ കോൺഗ്രസിനെ നയിക്കാൻ പ്രിയങ്ക ഗാന്ധി എത്തിയത്, ഈ ആശങ്കകളൊക്കെ തന്നെ BJPക്ക് തലവേദന സൃഷ്ടിക്കുന്നതിന് ഇടെയാണ് UPയിൽ BJPക്ക് കാലിടറുമെന്നുള്ള സർവേ ഫലങ്ങളെല്ലാം തന്നെ പുറത്തു വന്നിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ ഉത്തർപ്രദേശിൽ BJP വലിയ തിരിച്ചടി നേരിടുമെന്ന് ഇന്ത്യ ടുഡേ പ്രവചിച്ചിരുന്നു. ഇന്ത്യ ടുഡേ സർവേ പ്രകാരമാണ് എങ്കിൽ
55 സീറ്റുകൾ നഷ്ടപ്പെട്ട് BJP അപ്നാദൾ സഖ്യം 18 സീറ്റുകളിലേക്ക് ചുരുങ്ങുമെന്നായിരുന്നു പ്രവചിച്ചിട്ടുണ്ടായിരുന്നത്. മഹാസഖ്യമാകട്ടെ അതേസമയം 58 സീറ്റുകൾ വിജയിക്കുമെന്നും ആണ് പ്രവചിച്ചിട്ടുണ്ടായിരുന്നത്. വോട്ട് ശതമാനത്തിലും BJPക്ക് കാര്യമായ ഒരു ഇടിവുണ്ടാകുമെന്നുള്ള സർവേ എന്നും കൃത്യമായ സർവേ ഫലത്തിൽ കാണുവാൻ വേണ്ടി സാധിച്ചിരുന്നു. ഏതായാലും പ്രിയങ്ക ഗാന്ധിയുടെ വരവോടുകൂടി കിഴക്കൻ ഉത്തർപ്രദേശിലെ മുന്നാക്ക വോട്ടുകൾ പിടിക്കാമെന്ന് കോൺഗ്രസ് കരുതുന്നുണ്ട്. ഈ വോട്ടുകൾ കൂടി കോൺഗ്രസ് പിടിക്കുകയാണെങ്കിൽ ഇപ്പോൾ പ്രവചിച്ചിട്ടുള്ള ഒരു സാഹചര്യത്തിൽ നിന്നും കുറെ കൂടി രൂക്ഷമായ നിലയിലേക്കുള്ള ഒരു പതനത്തിലേക്ക് BJP പോകേണ്ടി വരുമെന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. തെരഞ്ഞെടുപ്പ് അടുക്കും തോറും BJPക്കെതിരായി ഉള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഉത്തർപ്രദേശിൽ ഉരുത്തിരിയുന്നുണ്ട് എന്നുള്ളതിന്റെ കൃത്യമായ സൂചന കൂടിയാണ് ഇപ്പോൾ പുറത്തുവരുന്ന സർവേ ഫലങ്ങൾ. അശ്വത്, UPയിൽ BJPക്ക് തിരിച്ചടി ഉണ്ടാകുമെന്ന് ABPC സർവേ ഫലവും വിശദീകരിക്കുന്നു. വിവരങ്ങളാണ് ഡൽഹിയിൽ നിന്നും ശരത് നൽകിയത്. ലോക്സഭാ സീറ്റ് വിഭജനം ചർച്ച ചെയ്യാൻ കോൺഗ്രസ് JDS കോർഡിനേഷൻ കമ്മിറ്റി യോഗം ഇന്ന്. 28 സീറ്റുകളുള്ള കർണാടകയിൽ 12 സീറ്റുകൾ മത്സരിക്കാൻ വേണമെന്ന് JDS നേരത്തെ സൂചിപ്പിച്ചിരുന്നു. എന്നാൽ ചർച്ചകൾക്ക് മുൻപേ ഇത്തരം ആവശ്യവുമായി രംഗത്തെത്തുന്നത് ശരിയല്ല എന്ന നിലപാടിലായിരുന്നു കോൺഗ്രസ് സ്വീകരിച്ചിരുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് JDS കോൺഗ്രസ് സഖ്യം തകർക്കാൻ BJP നടത്തിയ ശ്രമങ്ങൾ ഉൾപ്പെടെയുള്ള വിഷയങ്ങളായിരിക്കും ഇന്നത്തെ യോഗം ചർച്ച ചെയ്യുക. രാജ്യം ബാലറ്റ് പേപ്പർ യുഗത്തിലേക്ക് മടങ്ങിപ്പോകില്ലെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സുനിൽ അറോറ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ ഉപയോഗിച്ചിരിക്കുകയായിരിക്കും തെരഞ്ഞെടുപ്പുകൾ നടത്തുക എന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. ജയപരാജയങ്ങളുടെ അടിസ്ഥാനത്തിൽ വോട്ടിംഗ് മെഷീനെ തള്ളിപ്പറയുന്നത് ശരിയല്ല. എന്നാൽ രാഷ്ട്രീയ പാർട്ടികളോട് ആലോചിക്കാതെയുള്ള കമ്മീഷണറുടെ പ്രതികരണം ഏകപക്ഷീയമാണെന്ന് കോൺഗ്രസ് വിമർശിച്ചു. 2014 പൊതുതെരഞ്ഞെടുപ്പിൽ ക്രമക്കേട് നടത്തിയെന്ന ഹാക്കർ സയ്യിദ് ഷുജിയുടെ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിലാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രതികരണം. ബാലറ്റ് പേപ്പറിലേക്ക് മടങ്ങിപ്പോകണമെന്ന ആവശ്യം സുനിൽ അറോറ തള്ളി. ഒരു കാരണവശാലും രാജ്യം പഴയ ബാലറ്റ് യുഗത്തിലേക്ക് മടങ്ങിപ്പോകില്ല. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ചായിരിക്കും തെരഞ്ഞെടുപ്പുകൾ. സാങ്കേതിക വിദഗ്ധർ മെഷീന്റെ വിശ്വാസ്യത ഉറപ്പുവരുത്തിയിട്ടുണ്ട്. രാഷ്ട്രീയ പാർട്ടികളും വ്യക്തികളും മെഷീനെ വിമർശിക്കുന്നത് ഉൾക്കൊള്ളുന്നുവെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. പക്ഷേ തെരഞ്ഞെടുപ്പ് ജയപരാജയങ്ങളുടെ അടിസ്ഥാനത്തിൽ EVMനെ അംഗീകരിക്കുന്നതും തള്ളിപ്പറയുന്നതും ശരിയല്ല. 2014 പൊതുതെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന ദില്ലി സംസ്ഥാന തെരഞ്ഞെടുപ്പും വിവിധ ഉപതെരഞ്ഞെടുപ്പുകളിലും വ്യത്യസ്ത ജനവിധിയാണ് ഉണ്ടായതെന്നും കമ്മീഷണർ ചൂണ്ടിക്കാട്ടി. ദില്ലിയിൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെക്കുറിച്ചുള്ള സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു സുനിൽ അറോറ. എന്നാൽ രാഷ്ട്രീയ പാർട്ടികളോട് ആലോചിക്കാതെയുള്ള കമ്മീഷന്റെ പ്രതികരണം ഏകപക്ഷീയമാണെന്ന് കോൺഗ്രസ് വിമർശിച്ചു. ബാലറ്റ് പേപ്പറിലേക്ക് മടങ്ങിപ്പോകണമെന്ന് കോൺഗ്രസും തൃണമൂൽ കോൺഗ്രസും സമാജ്വാദിയും നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. EVM മെഷീനെ കുറിച്ച് ലണ്ടനിൽ വാർത്താസമ്മേളനം നടത്തിയ അമേരിക്കൻ ഹാക്കർക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ദില്ലി പോലീസ് അന്വേഷണത്തിലാണ്. ന്യൂസ് ബ്യൂറോ, ദില്ലി. നവോത്ഥാന മൂല്യ സംരക്ഷണ സമിതി യോഗം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് നടന്നു. വെള്ളാപ്പള്ളി നടേശൻ, കൺവീനർ പുന്നല ശ്രീകുമാർ എന്നിവർ പങ്കെടുത്തു. സമിതിയുടെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കാൻ തീരുമാനിച്ചു. 9 അംഗ സെക്രട്ടേറിയറ്റ് രൂപീകരിക്കാൻ തീരുമാനമായി. നവോത്ഥാന മൂല്യങ്ങൾ സംരക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമെന്ന് വെള്ളാപ്പള്ളി നടേശനും പുന്നല ശ്രീകുമാറും പറഞ്ഞു. ഈ സമിതിയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമായി, അതോടൊപ്പം തന്നെ ഇപ്പോൾ ഇല്ലാത്ത മറ്റ് സമുദായങ്ങളുണ്ട്. ക്രിസ്ത്യൻ മുസ്ലിം സമുദായങ്ങൾ, സമാന ചിന്താഗതിക്കാരായ ആ സഹോദര സമുദായങ്ങളെ കൂടി ഇത് ഉൾപ്പെടുത്തിക്കൊണ്ട് മുമ്പോട്ട് പോകണം. NSS നേരത്തെ ക്ഷണിച്ചാലല്ലോ, വരാതിരുന്നതല്ലേ. തിരുവന്നാലും സ്വീകരിക്കുമായിരിക്കും. ഇവിടെ ആർക്കും കഥ അടച്ചിട്ടുണ്ടോ? എല്ലാവർക്കും ഈ ആശയമായി യോജിച്ച് വരാൻ താല്പര്യമുള്ള ആർക്കും വേണ്ടി വരാവുന്നതാണ്. ഇല്ല, ഞങ്ങളുടെ മിഷൻ പൊളിറ്റിക്കലല്ല, സോഷ്യലാണ്. ഞങ്ങളിപ്പോൾ ഏറ്റിരിക്കുന്ന ഒരു വലിയ സാമൂഹ്യ ദൗത്യമാണ്. അത് നിർവഹിക്കാനാണ് ഇപ്പോൾ ഞങ്ങളുടെ പ്രയോറിറ്റി. അതുകൊണ്ട് പിന്നെ ചില അഭ്യൂഹങ്ങൾ വരുന്നുണ്ട്, അതിൽ അടിസ്ഥാനമില്ല എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. കോടിയേരിക്കെതിരായ PK ഫിറോസിന്റെ ആരോപണം അടിസ്ഥാനരഹിതമെന്ന് EP ജയരാജൻ. ഓരോ ഭ്രാന്ത് വിളിച്ചു പറയുന്നു. വായിൽ തോന്നിയത് എന്തും വിളിച്ചു പറയാമെന്നാണോ വിചാരമെന്നും വിരോധത്തിന്റെ പേരിൽ ഓരോരുത്തർ ഓരോന്ന് വിളിച്ചു പറയുന്നുവെന്നും ജയരാജൻ. എല്ലാം അടിസ്ഥാനരഹിത, എന്തെങ്കിലും ഭ്രാന്ത് പറയുന്ന ആരെങ്കിലും ഓരോരുത്തർ പറയുന്നതിനെല്ലാം മറുപടി പറയാനൊന്നും ഞാനില്ല. എന്ത് സഹോദരി, എന്ത് കാര്യങ്ങൾ എന്തെങ്കിലും വായിക്കു തോന്നിയത് പറയല്ല. ഇതൊക്കെ ഒരു അടിസ്ഥാനം വേണ്ടേ? ഓരോരുത്തരുടെ വിരോധം തോന്നുക, കുറച്ച് പത്രക്കാരെ വിളിച്ചു കൂട്ടുക, ഓരോന്നൊക്കെ പറയുക. ഇത് അടിസ്ഥാനരഹിതമാണ് ഈ പറഞ്ഞതല്ല. എന്ത് അന്വേഷണം?
സ്വർണ്ണ വ്യാപാര രംഗത്തെ പ്രമുഖ സ്ഥാപനമായ ധന ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഇരിക്കൂറിൽ പുതിയ ഷോറൂം തുറന്നു. ധന ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ റാഫി ഇളമ്പാറയുടെ അധ്യക്ഷതയിൽ പാണക്കാട് സയ്യിദ് സദിഖലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു. സ്വർണ്ണാഭരണങ്ങളുടെ ആദ്യ വിൽപ്പന സയ്യിദ് അസ്ലം അൽ മഷൂർ തങ്ങൾ, ഡയമണ്ട് വിൽപ്പന KT അനസ്, വെള്ളിയാഭരണങ്ങളുടെ ആദ്യ വിൽപ്പന മുസ്തഫ എളമ്പാറ, കിഡ്സ് വിഭാഗം വിൽപ്പന മുഹമ്മദ് മുസ്ലിയാർ എളമ്പാറ എന്നിവർ നിർവഹിച്ചു. KT സിയാദ് ഹാജി, MP മുഹമ്മദ് അഷ്റഫ്, MP ഹംസ, ബീമ ഗഫൂർ ഹാജി എന്നിവർ ഏറ്റുവാങ്ങി. ധനം സ്വർണ്ണ നിക്ഷേപ പദ്ധതി ജനറൽ മാനേജർ മുഹമ്മദ് അഷ്റഫ് ഡോക്ടർ ജസീലയ്ക്ക് ആദ്യ അംഗത്വം നൽകി നിർവഹിച്ചു. സംസ്ഥാനത്ത് സ്കൂൾ വിദ്യാഭ്യാസ രംഗത്ത് സമഗ്ര മാറ്റത്തിന് ശുപാർശ. 1 മുതൽ 12ാം ക്ലാസ് വരെ ഒറ്റ ഡയറക്ടറേറ്റിന് കീഴിലാക്കണം. പേര് ഡയറക്ടറേറ്റ് ഓഫ് സ്കൂൾ എഡ്യൂക്കേഷൻ എന്നാക്കാനും ശുപാർശ. SCRT മുൻ ഡയറക്ടർ MA ഖാദർ അധ്യക്ഷനായ വിദഗ്ധ സമിതി മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് നൽകി. 2009 വിദ്യാഭ്യാസാവകാശ നിയമത്തിന്റെ പശ്ചാത്തലത്തിൽ ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് MA ഖാദർ അധ്യക്ഷനായ വിദഗ്ധ സമിതിയെ സർക്കാർ നിയോഗിച്ചത്. സ്കൂൾ വിദ്യാഭ്യാസ രംഗത്ത് സമഗ്ര മാറ്റത്തിനാണ് മുഖ്യമന്ത്രിക്ക് നൽകിയ റിപ്പോർട്ടിൽ സമിതി ശുപാർശ ചെയ്യുന്നത്. 1 മുതൽ 12ാം ക്ലാസ് വരെ ഒറ്റ ഡയറക്ടറേറ്റിന് കീഴിൽ ആക്കണം. അതിന് ഡയറക്ടറേറ്റ് ഓഫ് സ്കൂൾ എഡ്യൂക്കേഷൻ എന്നാകും പേര്. 1 മുതൽ 7 വരെ ഒരു സ്ട്രീമും 8 മുതൽ 12 വരെ 2ാം സ്ട്രീമുമാകും. നിലവിലുള്ള പൊതുവിദ്യാഭ്യാസ ഡയറക്ടറേറ്റ്, ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റ്, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റ് എന്നിവ സംയോജിച്ചുകൊണ്ട് ഒറ്റ ഡയറക്ടറേറ്റിന്റെ പരിധിയിൽ കൊണ്ടുവരാനാണ് ശുപാർശ. 1 മുതൽ 8 വരെ ക്ലാസ്സിൽ അധ്യാപകർക്കുള്ള യോഗ്യത ബിരുദവും BEdുമാകണം. 8 മുതൽ 12 വരെ PGയും BEdും വേണമെന്നും സമിതി ശുപാർശ ചെയ്യുന്നു. പ്രീ സ്കൂളിംഗിന് NCTE നിർദ്ദേശിക്കുന്ന മാനദണ്ഡങ്ങൾ അധ്യാപക യോഗ്യതാക്കണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. അംഗീകാരമില്ലാത്ത പ്രീ സ്കൂൾ അധ്യാപക പരിശീലന കേന്ദ്രങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും സമിതി ശുപാർശ ചെയ്യുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. നാഗേശ്വർ റാവുവിനെ CBI ഇടക്കാല ഡയറക്ടറായി നിയമിച്ചതിനെതിരെയുള്ള ഹർജി പരിഗണിക്കുന്നതിൽ നിന്ന് ജസ്റ്റിസ് AK സിക്രിയും പിന്മാറി. കഴിഞ്ഞ തിങ്കളാഴ്ച ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയും ഈ ഹർജി പരിഗണിക്കലിൽ നിന്ന് പിന്മാറിയിരുന്നു. കേസ് തിങ്കളാഴ്ച SA ബോഗ്ഡെ പരിഗണിക്കും. ഹരീഷിന്റെ റിപ്പോർട്ട്. പുതിയ CBI ഡയറക്ടറെ തിരഞ്ഞെടുക്കാനുള്ള ഉന്നതാധികാര സമിതിയിൽ അംഗമായതിനാൽ ഈ ഹർജി പരിഗണിക്കുന്നത് ശരിയായ നടപടിയിലെന്ന് ചൂണ്ടിക്കാട്ടി ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് ജനുവരി 21 പിന്മാറിയിരുന്നു. തുടർന്ന് സുപ്രീം കോടതിയിൽ സീനിയോറിറ്റിയിൽ രണ്ടാമതുള്ള ജസ്റ്റിസ് AK സിക്രിയുടെ ബെഞ്ചിന് ഈ ഹർജി ചീഫ് ജസ്റ്റിസ് കൈമാറുകയും ചെയ്തു. എന്നാൽ ഇന്ന് 5ാം നമ്പർ കേസായി ഹർജി പരിഗണിച്ച ജസ്റ്റിസ് സിക്രി ഉടൻ തന്നെ കേസ് കേൾക്കുന്നില്ലെന്ന് അറിയിക്കുകയായിരുന്നു. എന്റെ അവസ്ഥ മനസ്സിലാക്കണമെന്ന അഭ്യർത്ഥനയാണ് ജസ്റ്റിസ് AK സിക്രി ഹർജി നൽകിയ കോമൺ കോഴ്സിന് വേണ്ടി ഹാജരായ അഭിഭാഷകന് മുമ്പിൽ വെച്ചത്. കേസ് നാളെ തന്നെ മറ്റൊരു ബെഞ്ചിന് മുമ്പാകെ ലിസ്റ്റ് ചെയ്യാമെന്ന് AK സിക്രി വ്യക്തമാക്കുകയും ചെയ്തു. എന്നാൽ ഇത്തരത്തിൽ കേസിൽ നിന്ന് ജസ്റ്റിസുമാർ പിന്മാറുന്നത് ജനങ്ങൾക്കിടയിൽ തെറ്റായ സന്ദേശം പരത്തുമെന്നും ഇന്ന് ചേരുന്ന ഉന്നതാധികാര സമിതി യോഗത്തിന് ചില മാർഗനിർദ്ദേശങ്ങൾ നൽകണമെന്നും കോമൺ കോഴ്സിന്റെ അഭിഭാഷകൻ ദുഷ്യന്താവെ കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു. ഇന്നലെ തന്നെ അങ്ങേക്ക് പിന്മാറാമായിരുന്നുവെന്നും ഇന്ന് പുതിയ CBI ഡയറക്ടറെ നിയമിച്ചാൽ പിന്നെ ഹർജി അപ്രസക്തമാകുമെന്നും ദുഷ്യന്താവെ കോടതിയിൽ വാദിച്ചു. ചീഫ് ജസ്റ്റിസ് എന്നോട് ചോദിച്ചിരുന്നുവെങ്കിൽ ഈ കേസ് കേൾക്കാൻ കഴിയില്ലെന്ന് അദ്ദേഹത്തോട് പറഞ്ഞേനെ. അഡ്മിനിസ്ട്രേറ്റീവ് ഉത്തരവിടെ അല്ല ഹർജി എന്റെ മുമ്പാകെ എത്തിയത്. ചീഫ് ജസ്റ്റിസ് തുറന്ന കോടതിയിൽ ഉത്തരവിടുകയാണ് ഉണ്ടായതെന്നും ജസ്റ്റിസ് സിക്രി മറുപടി നൽകി. ജനുവരി 10 അലോക് വർമ്മയെ പുറത്താക്കാൻ തീരുമാനിച്ച സമിതി യോഗത്തിൽ ചീഫ് ജസ്റ്റിസിനെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തത് ജസ്റ്റിസ് AK സിക്രിയായിരുന്നു. അലോക് വർമ്മയെ മാറ്റാനുള്ള തീരുമാനത്തിൽ ഗാർഗെ വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തിയിരുന്നെങ്കിലും പ്രധാനമന്ത്രിക്കൊപ്പം നിന്ന് നിലപാടെടുക്കുകയായിരുന്നു ജസ്റ്റിസ് AK സിക്രി. ന്യൂസ് ബ്യൂറോ, ദില്ലി. പുതിയ CBI ഡയറക്ടറെ തെരഞ്ഞെടുക്കാനുള്ള ഉന്നതാധികാര സമിതി യോഗം വൈകിട്ട് നടക്കും. പ്രധാനമന്ത്രിയുടെ വസതിയിൽ വെച്ചാണ് യോഗം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിലുള്ള സമിതിയിൽ സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ്, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ എന്നിവരാണ് മറ്റംഗങ്ങൾ. കഴിഞ്ഞ ജനുവരി 10 പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിലുള്ള ഉന്നതാധികാര സമിതി അലോക് വർമ്മയെ CBI ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് മാറ്റി നാഗേശ്വർ റാവുവിന് താൽക്കാലിക ചുമതല നൽകിയത്. അലോക് വർമ്മയ്ക്ക് പകരമായി തുടരുന്ന ഇടക്കാല ഡയറക്ടർ നാഗേശ്വർ റാവു ജനുവരി 31 വരെ ഔദ്യോഗിക പദവിയിലുണ്ടാവും. ഫെബ്രുവരി 1 മുതൽ പുതിയ CBI ഡയറക്ടർ ചുമതലയേൽക്കും. 34 പേരുടെ പ്രാഥമിക പട്ടിക നേരത്തെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തയ്യാറാക്കിയിരുന്നു. ഇതിൽ നിന്നാണ് 1983, 84, 85 ബാച്ചിലെ 17 IPSകാരെ ഉൾക്കൊള്ളിച്ചുള്ള ലിസ്റ്റ് കേന്ദ്ര പേഴ്സണൽ ആൻഡ് ട്രെയിനിംഗ് മന്ത്രാലയം തയ്യാറാക്കിയത്. ഇതിൽ 3 പേരുടെ പട്ടികയാണ് ഉന്നതാധികാര സമിതി പരിഗണിക്കുക. NIA ഡയറക്ടർ ജനറൽ YC മോദിയുടെ പേരാണ് സാധ്യതാ പട്ടികയിൽ ഏറ്റവും ഉയർന്നു കേൾക്കുന്നത്. അസം, മേഘാലയ കേഡർ ഉദ്യോഗസ്ഥൻ ആയ മോദി ഗുജറാത്ത് വംശഹത്യ കേസുകൾ അന്വേഷിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിലെ അംഗമായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഈ അന്വേഷണ ഉദ്യോഗസ്ഥനോടാണ് കൂടുതൽ താല്പര്യമെന്നാണ് വിവരം. യോഗത്തിൽ ചീഫ് ജസ്റ്റിസ്